പൊള്ളുന്ന ചൂടിൽ നിന്നും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് എന്ത് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമെന്ന് ആലോചിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് മുറ്റത്ത് മാവിൽ നിറയെ മാങ്ങ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇര മാങ്ങ തന്നെയാക്കി. ഒന്നും നോക്കിയില്ല, മാവിൽ വലിഞ്ഞു കയറി 2-3-4 മാങ്ങയൊക്കെ അറുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല മൂവാണ്ടം മാങ്ങയാണ് ഉണ്ടാവും. ഞാനിവിടെ 3-4 മാങ്ങ അറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ഇതുകൊണ്ടൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല രീതിയിൽ മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ കഴുകിയിട്ട് തൊലി ഒട്ടും കളയാതെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് മിക്സിയിൽ ഏത് രീതിയിൽ ഇട്ടാലാണ് അരയുന്നതെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ പുതിനയില എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി വേണം നമുക്ക്, അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ജാറിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് പറയുന്നത്. അതിലെ ഒരു മാങ്ങ നന്നായിട്ട് ചെനച്ചതും ഒരു മാങ്ങ ചെറുതായിട്ട് ചെനച്ച് തുടങ്ങുന്നതുമായ മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീര് ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ മാങ്ങക്ക് നല്ല പുളിയാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതിയാകും കേട്ടോ. ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാര, പുതിനയില, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, നല്ല രീതിയിൽ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ജഗ്ഗിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങക്ക് പുളി കുറവാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊടിയുണ്ട്. പൊടിയുള്ള നല്ല മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്നുണ്ട്. ഈ ചൂടുകാലത്ത് തീർച്ചയായിട്ടും ഇതുപോലൊരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കണം. ചെറുതായിട്ട് പുളിയും മധുരവും എരിവൊക്കെ കൂടിയ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് കുടിച്ചു നോക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകണം നന്നായിട്ട് അറിയും കേട്ടോ. അങ്ങനത്തെ ഒരു അടിപൊളി ജ്യൂസാണ്. ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കണമെന്ന് തോന്നുന്ന സമയത്ത് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസ് തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.